അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ശില്പയുടെ ഫാമിലിയാണ്. ഡാൻസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ നന്നായിരുന്നു, പെർഫോമൻസ് വളരെ നന്നായിരുന്നു. എന്താ പറയുന്ന ഒരു ഓൺലൈനിൽ പഠിച്ചൊരു ഫീൽ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കളിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. കളിച്ച് പഠിച്ച ഒരു നല്ലൊരു ഇതോടുകൂടിയാണ് കളിച്ചത്. ശില്പയ്ക്ക് പറ്റുന്ന പോലെ ശില്പ നന്നായി കളിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പാടിയ നമ്മുടെ മാഷോയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം. ഈ ഓൺലൈൻ ഇതിൽ പഠിച്ചിട്ട് ഇത്രയും ഭംഗിയായിട്ടൊരു കുട്ടിയെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അവരും നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടും അവരുടെ എല്ലാ രീതിയിലുള്ള ആ ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നു. ഓൾട്ടുഗദർ ഞങ്ങളും എൻജോയ് ചെയ്തു. വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെ. കണ്ടു കഴിഞ്ഞാൽ പറയില്ല ഓൺലൈനിൽ പഠിച്ചാണെന്നുള്ളൊരു രീതിയിലല്ലായിരുന്നു കണ്ടത്. ശരിക്കൊരു നല്ലൊരു ഇത്ര പ്രതീക്ഷയിലായിരുന്നു. ചേച്ചി പ്രതീക്ഷിച്ചേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഓൺലൈനിലായതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൃദംഗം വായിച്ച മാഷാണ്. അപ്പം മാഷോട് ചോദിക്കാം മാഷിനെ കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത്. വളരെ നന്നായി കളിച്ചു ശില്പ. പിന്നെ ഇന്നലെ റിഹേഴ്സലിനെക്കാട്ടും വളരെയധികം ഗംഭീരമായിട്ട് നാടകങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് തട്ടിനിട്ടും അതുണ്ട്. വളരെ നന്നായിരുന്നു. അമ്മ ആക്ച്വലി ഡാൻസറാണ്. പണ്ട് ഒത്തിരി ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അമ്മയുടെ ചെറുപ്പത്തിൽ ആഗ്രഹമായിരുന്നു ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്നത്. അത് നടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. ഇപ്പൊ കണ്ടപ്പോ വളരെ സന്തോഷം. അച്ഛൻ തീരെ വയ്യ. പക്ഷെ അച്ഛനെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടിരുത്തി ഒന്ന് ഡാൻസ് കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തായാലും ഗുരുവായൂരപ്പൻ അനുവദിച്ചു. കണ്ടുവരുന്നായിരുന്നു. അച്ഛൻ എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? വയലിൻ വായിച്ച മാഷാണ്. മാഷോട് ചോദിക്കാൻ ശില്പ എങ്ങനെ കളിച്ചു എന്നുള്ളത്. ഇപ്പോൾ നന്നായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ കുറച്ചുകൂടി ഭംഗിയായി, റിഹേഴ്സലായിട്ടും ഭംഗിയായി കളിച്ചത്. റിഹേഴ്സലിനൊരു പേടി ഇപ്പൊ ആ പേടിക്ക് മാറി നന്നായി കളിച്ചു. നല്ല ഡാൻസ് ആയിരുന്നു. നന്നായിട്ട് ഇഷ്ടമായി. നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത് യാഷിക, എന്റെ മോളാണ്. ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ്. യാഷിക എങ്ങനെയുണ്ടായിരുന്നു? ഇത് ദേവന, എന്റെ രണ്ടാമത്തെ മോളാണ്. എല്ലാരും പറയുന്നത് ഞാൻ കളിക്കുമ്പോ അവള് താഴെ നിന്ന് കളിക്കണ്ടായിരുന്നു. ഇഷ്ടമായോ ദേവു? നല്ലാണ്. സൂപ്പർ. എല്ലാവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ? നന്നായി കളിച്ചോ? ഇഷ്ടായോ? നവനി കളിക്കും ഇനി ഇങ്ങനെ.